തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചു. അവസാന ദിവസമായ ഇന്ന് വൈകിട്ട് 3 മണി വരെ സംസ്ഥാന വ്യാപകമായി നിരവധി സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. കണ്ണൂരിൽ 6 LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനമായ ഇന്ന് സംസ്ഥാന വ്യാപകമായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആകെ 1,64,427 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം 1,08,580. അന്തിമ കണക്കെടുപ്പിൽ വ്യത്യാസം വരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോഴിക്കോട് CPM മേയർ സ്ഥാനാർത്ഥി മുസാഫിർ അഹമ്മദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരനാണ് UDF സ്ഥാനാർത്ഥി. ആലപ്പുഴയിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അരുണിമ നാമനിർദ്ദേശ പത്രിക നൽകി. തിരുവനന്തപുരത്ത് മുൻ DGP R ശ്രീലേഖ പത്രിക സമർപ്പിച്ചു. നാളെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസരമുണ്ട്. കണ്ണൂർ ജില്ലയിൽ 4 LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. ആന്തൂർ നഗരസഭയിലെ 19 വാർഡുകളിലും മലപ്പട്ടം പഞ്ചായത്തിലെ 2 സീറ്റുകളിലുമാണ് LDF സ്ഥാനാർത്ഥികൾ മാത്രം പത്രിക നൽകിയത്. അടുവാപ്പുറം സൗത്തിൽ CK ശ്രായക്കും നോർത്തിൽ IV ഒതേനനും എതിരില്ല. കണ്ണപുരം പഞ്ചായത്തിലെ 2 വാർഡുകളിലും LDF സ്ഥാനാർത്ഥിക്ക് എതിരില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1.